ഇതും 2018 വണ്ടിയാണ്. ഇത് രണ്ടാമത്തെ ഓണർ വണ്ടിയാണ്. കമ്പനി പെയിൻറ്റ് കാര്യങ്ങളെല്ലാം 1,00,000 കിലോമീറ്റർ ആയിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇത്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇത്രയും ക്വാളിറ്റി ഉണ്ട് ഇത്. ഈ വണ്ടിക്ക് അത്രയ്ക്കും നല്ലൊരു വ്യത്യാസമുണ്ട് കാണാം. ആഗ്രഹമൊക്കെ ആണെങ്കിലും ഇന്റീരിയറെല്ലാം സൂപ്പറായിട്ട് ഇത് നെഗറ്റീവ് കമൻസ് ഇടുന്ന വ്യക്തികളൊന്ന് ശ്രദ്ധിക്കുക. അവർ നേരിട്ട് വന്നിട്ട് അവർക്ക് നെഗറ്റീവ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മോട് പറയാം. എൻ്റെ എന്നൊരു വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് അവരൊരു മെക്കാനിക്കിനെ കൊണ്ടോ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഇന്ന പണി ഈ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതും 2018 വണ്ടിയാണ്. ഈ രണ്ട് വണ്ടിയും ഒരുമിച്ച് നമ്മൾ എല്ലി ബെയറിങ് മാറിച്ച വണ്ടിയാണ്. കമ്പനി പിന്നെ പുതിയ പെയിൻ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടുള്ള വണ്ടിയാണ്. ഇതിനിപ്പം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാനും വിചാരിച്ച ഒരു പാർട്ടി വന്ന് കണ്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ കാരങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ശബരി ഓട്ടോ സെല്ലിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വെള്ളിമൂങ്ങ ഷോപ്പുകൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും നമ്മൾ റെഗുലറായിട്ട് വരുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല വണ്ടികൾ നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് എല്ലാ മെക്കാനിക്കൽ സംഭവങ്ങളുമൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടേക്കുന്ന വണ്ടികളാണ്. അത് ഞാൻ പറയുന്നത് പ്രമോഷനായിട്ടൊന്നുമല്ല. കാരണം പറയുന്നത് ചില ആൾക്കാർ ചില കമൻസ് പറയുമ്പം മെക്കാനിക്കൽ സൈഡിനെയൊക്കെ പറ്റി, അതായത് ഇപ്പോൾ ഒരു യൂസ്ഡ് വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് എടുക്കണമെന്ന് പറയുന്നതൊക്കെ വേറൊരു സെൻസിൽ എടുക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെയും ഞാൻ പറയും, യൂസ്ഡ് വണ്ടിയാണ്, നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് നിങ്ങൾ വണ്ടികൾ നോക്കിയെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കണ്ണു അടച്ച് വന്ന് വണ്ടി എടുക്കാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെല്ലാ ഷോപ്പിൽ പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. അല്ല ആരെയും ഏറ്റവും വെച്ച് പൊക്കി പറയുകയോ അല്ലെങ്കിൽ കുറച്ച് പറയുകയോ അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ പറയുന്നതല്ല. അത് മനസ്സിലാക്കുക. ഇത് എനിക്ക് വിഷമമായി അങ്ങനെ ഒരു സംസാരം വന്ന് അത് നേരിട്ട് തന്നെ വിളിച്ച് ആ രീതി സംസാരിച്ചപ്പം ഞാൻ ഒരു ഷോപ്പിനെ പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞ് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് വിഷമമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. വിടുക. അപ്പം നല്ല വണ്ടികൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിൻ്റെ ഓണർ വന്നിട്ടുണ്ട്. ജയണ്ണനാണ്. നമസ്കാരം. ഓണം പ്രമാണിച്ച് ആദ്യം അതങ്ങ് ചോദിക്കുക. ഓണം പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ, അതായത് വണ്ടി എടുക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഓണം അല്ലേ അടുത്ത മാസം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓണത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം. വരുന്ന കസ്റ്റമർക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ചെയ്യാം. ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും അതിന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കാം. പിന്നെന്താണ്, അപ്പോൾ ഓണത്തിനുള്ള ഓട്ടത്തിനുള്ള പെട്രോൾ അതിനകത്ത് ഡീസൽ അതിനകത്ത് 8-10 ലിറ്റർ കൊള്ളത്തുള്ളൂ. അത്രേ ഉള്ളൂ. മതി. 8 ലിറ്റർ ആരും ചുമ്മാ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ നടന്നടന്ന് പോലെ നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നൊന്ന് പറഞ്ഞോ. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഈ നമ്മൾ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ആലപ്പുഴ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന ജംഗ്ഷൻ ഈ സൈഡാണ്. നമ്മൾ ചാത്തന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഹൈവേ സൈഡിൽ ലെഫ്റ്റ് സൈഡ്, അത് മാൻകുന്നം ഹോസ്പിറ്റൽ, കല്ലുവാതുക്കൽ ജംഗ്ഷൻ. ഇതിന് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ സ്പിന്നിങ് മില്ല. ചാത്തന്നൂർ കൊല്ലം സാധാരണ സ്പിന്നിങ് മില്ല, ചാത്തന്നൂർ സ്പിന്നിങ് മില്ലെന്ന് അറിയപ്പെടുന്ന ഷീമാട്ടി ജംഗ്ഷനാണ്. അവിടെ നിന്ന് ഒരു 350 മീറ്ററും നമ്മളിവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വഴിയിൽ കല്ലുവാക്കൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ സ്ഥാപനം നിൽക്കുന്നത്. ഹൈവേ സൈഡ് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വണ്ടികൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടി എത്രയാണ്? 2013 വണ്ടി ആണ് ഏറ്റവും വില കുറഞ്ഞത്. അത് നമ്മൾ ഫുള്ള് പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 160. 160. ഓക്കെ. അപ്പോൾ 2013 തൊട്ട് തുടങ്ങുന്ന എല്ലാ മോഡൽ വണ്ടികൾക്കും ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലിട്ടു. തീർച്ചയായും. ഇത് 2018 പ്രൈവറ്റ് ജീത്തോയാണ്. ഇതിപ്പം പുതിയതായിട്ട് നമ്മൾ കമ്പനിയിൽ കയറ്റി എല്ലി ബെയറിങ് എല്ലാം മാറി ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്കിത് വേണമെങ്കിൽ ടാക്സി ആക്കി കൊടുക്കാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റായിട്ട് കൊടുക്കാൻ പറ്റും. ടാക്സിക്ക് വേണ്ടി GPS കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ടാക്സി ആക്കിയും കൊടുക്കാം. വണ്ടിക്കകവും റൂഫും എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല സെയിം പ്രൈവറ്റ് വണ്ടിയല്ലേ. ടയറെല്ലാം നല്ല ടയറുകളാണ്. ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം, ടാക്സി ആക്കി വേണമെങ്കിലും കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈവറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 3,30,000 രൂപയും
ടാക്സി ആണെങ്കിൽ 3,55,000 രൂപയാണ് നമ്മളുടെ ചോദ്യം. പുതിയതായിട്ട് എൻജിൻ പണിഞ്ഞ വണ്ടി, അതായത് എല്ലി ബെയറിംഗ് കമ്പനിയിൽ മഹീന്ദ്ര ഷോറൂമിൽ പണിഞ്ഞ വണ്ടിയാണ്. അത് എത്ര ഉണ്ട് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 2-2.25 രൂപ വരെ ഫിനാൻസ് കിട്ടും. എത്ര ചോദിക്കുന്നത്? 3.30 പ്രൈവറ്റ് ആണെങ്കിൽ, ടാക്സി ആണെങ്കിൽ 3.55. 3.55. ആ, ഇതും 2018 വണ്ടിയാണ്. ഈ 2 വണ്ടിയും ഒരുമിച്ച് നമ്മൾ എല്ലി ബെയറിംഗ് മാറിച്ച വണ്ടിയാണ്. കമ്പനി പിന്നെ പുതിയ പെയിൻ്റാണ്, മെക്കാനിക്കൽ കംപ്ലീറ്റ് ഫുള്ള് ചെയ്തതാണ്, പാച്ച് വർക്ക് ഇല്ല. അങ്ങനെ എല്ലാ തരത്തിലും നല്ല വണ്ടിയാണ്. അത്യാവശ്യം അപ്പോൾസറി എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടിരിക്കുന്നു. പുതിയതായിട്ട്, അതായത് എൻജിൻ ഈ 2 വണ്ടിയും, നീല വണ്ടിയും ഈ വണ്ടിയും കമ്പനിയിൽ നിന്ന് നമ്മൾ എൻജിൻ പണിഞ്ഞിട്ട് ഒരു തുച്ഛമായ 20 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന 1 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. അത്രേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എടുക്കുന്ന ആൾക്ക് ധൈര്യപൂർവ്വം എടുക്കാം. മറ്റ് പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പേപ്പർ ഭാഗങ്ങളുണ്ട്. ടയർ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു വണ്ടിയാണ്. ഇത് 360 നമുക്ക് കൊടുക്കാം. ഇത് ഒറിജിനൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,13,000. ഇതിന്റെ ഈ പെയിന്റ് ചെയ്യുന്നതേ നമ്മൾ സത്യത്തിൽ ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു പെയിന്റിംഗ് ആണോ ചെയ്യുന്നത്, അതോ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വരുന്ന പോലുള്ള നല്ല പെയിന്റിംഗ് ആണോ? നല്ല പെയിന്റിംഗ് ആയിരിക്കുന്നത്. ഏറ്റവും കൂടിയ പെയിന്റാണ് ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിലൊക്കെ PU പെയിന്റാണ്. PU പിന്നെ നല്ല ക്വാളിറ്റിയുള്ള PU പെയിന്റാണ് ചെയ്തിരിക്കുന്നത്. നമ്മളല്ലാതെ നമുക്കിവിടെ ഒരു കാര്യവും നമ്മൾ ഒപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ലോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 8,000-10,000 രൂപ ഇത് ചെയ്യാൻ കൊടുക്കണം. അതിൽ നല്ല 2,000-3,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് പിന്നെ വർഷാവർഷം കിടന്ന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പെയിൻ്റൊക്കെ ഒരു 7 വർഷം സുഖമായിട്ട് പോകുന്ന പെയിൻറ്റാണ്. ഇത് 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതും ഫുള്ള് മെക്കാനിക്കലെല്ലാം ചെയ്ത് ചെയ്യേണ്ട പണികൾ മൊത്തവും ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് കമ്പനി സർവീസ് വണ്ടിയാണ്. നിലവിൽ നല്ല കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. 2019 ജനുവരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്കൊരു 365 നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വണ്ടി അത്യാവശ്യം കമ്പനി പെയിൻറ്റ് കിടക്കുന്ന വണ്ടിയാണ്. മറ്റാ ഭാഗത്തുകൾ പാച്ച് വർക്കില്ല, ടയർ ഭാഗങ്ങൾ കൊള്ളാം. നമ്മളിത് 365 നമ്മൾ വില പ്രതീക്ഷിക്കുന്ന വണ്ടിയായത്. ഇതിന്റെ സീറ്റ് കവർ ചെറുതായിട്ട് കീറിയിരിപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ ഒന്നുകിലും സീറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റും. ആ, ഇത് മിക്കവാറും എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാർ സീറ്റ് ആക്കത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അത് പണിയാൻ. ആ, റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് എത്ര ഓടി? ഇത് കമ്പനി സർവീസ് 1.25 കണ്ട് ഓടിയിട്ടുണ്ട്. 2018 വണ്ടിയാണ്. പുതിയ പേപ്പറെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളൊരു പാർട്ടി വന്ന് വില പറഞ്ഞത് സമ്മതിച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റ് മുടക്കമുള്ള വണ്ടി നമ്മൾ ചെയ്തു കൊടുക്കൂ. കാര്യം GPS-ഉം മറ്റു കാര്യങ്ങളെല്ലാം വച്ചിട്ടിരിക്കുന്നതാണ്. നമ്മളൊരു പാർട്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് വിലധാരണ ഉണ്ടായെങ്കിൽ അവർ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അല്ല പേപ്പർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ലാപ്സാക്കി കളയാൻ എൻ്റെ ആവശ്യമില്ല. കാര്യം ഇൻഷുറൻസ് ആയാലും ഏത് കാര്യങ്ങളായാലും കുറേ കിടന്നു കഴിഞ്ഞാൽ ഈ എടുക്കുന്നവർക്ക് നഷ്ടമാണ്. നമുക്ക് വെറുതെ വണ്ടി ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പൈസ പോകും. അതുകൊണ്ട് ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. അതിൻ്റെ ഉപയോഗം അവർക്ക് തന്നെ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ടയറൊക്കെ ഇവിടെ മാറുന്നല്ലേ? ആ, ടയർ മാറാനുള്ള മൊത്തം മാറിയിടുന്നത്. ആ, എത്ര ചോദിക്കുന്നത്? ഇത് 2.65. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ ആവാൻ പോകുന്നു. 98 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 2018 പ്രൈവറ്റ് വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി കണ്ടീഷനിൽ കിടക്കുക. അത്യാവശ്യം ഈ കിടക്കുന്നതെല്ലാം കമ്പനി ടയറാണ്. ജെന്യൂൻ കിലോമീറ്ററാണ്. എല്ലാ വണ്ടിയും ജെന്യൂൻ കിലോമീറ്റർ തന്നെ. ഇത് നമുക്ക് ഒരു 2.40 കൊടുക്കാം, പേര് മാറി കൊടുക്കാം. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഒരു പ്രൈവറ്റ് ഉപയോഗക്കാർക്ക് മാത്രമേ ഇത് കൊണ്ട് ഉപയോഗമുള്ളൂ. ടാക്സി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പേര് മാറി ടാക്സി ആക്കി കൊടുക്കേണ്ടി വരും. അതിന് അഡീഷണൽ ചിലവുണ്ടോ? ഈ ടാക്സി ആക്കുന്നതിന് 10-20 രൂപ ചിലവ് വരും. അത് അവർ കൊടുക്കേണ്ടി വരും. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയും ഈ ടെസ്റ്റ് ചെയ്തിട്ട് പേര് മാറി ടാക്സി ആക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ടാക്സി നമ്മൾ പിന്നെ ആക്കണമെങ്കിൽ ആദ്യം എടുക്കുന്ന പാർട്ടിയുടെ പേര് മാറേണ്ടി വരും. അപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് 2.40. ഇത് 2019 വണ്ടിയാണ്.
2019 60,000 കിലോമീറ്റർ ഓടിയ പേപ്പർ, ഒരു വർഷം പേപ്പറുള്ള വണ്ടിയാണ്. ഇത് കമ്പനി പെയിൻ്റാണ്, മറ്റ് പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് 2019 ഇതുപോലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അതിനുശേഷം എടുത്ത വണ്ടിയാണ് ഇത്. 2019 വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 290 കൊടുക്കാൻ പറ്റും. 290? ആ, 2,90,000 രൂപ. റീപ്ലേസ് ഒന്നുമില്ലേ? ഒന്നുമില്ല. അതുകൊണ്ട് കമ്പനി ഗ്ലാസ് കാര്യങ്ങളെല്ലാം കമ്പനി ഗ്ലാസ് തന്നെ, മറ്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 2,90,000 രൂപ. ഇത് 2015 വണ്ടിയാണ്. 2015 സെൻസർ അല്ലാത്ത വണ്ടിയാണ്. ഇതാ നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 2,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പുതിയ ഇൻഷുറൻസ് അല്ലേ? ആ, പുതിയ ഇൻഷുറൻസ്. ഇതിന്റെ റൂഫൊക്കെ ഇത്തിരി വൃത്തിയായി. ആ, റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡലൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് അകവും കാണാൻ നല്ല നല്ല കമ്പനി ഷേപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററും വലുതായിട്ടൊന്നും ഓടിയിട്ടില്ല. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2,10,000 രൂപ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കുന്നതിന്. ഇപ്പോൾ പൊതുവേ സെൻസർ അല്ലാത്ത വണ്ടിക്ക് ഇത്തിരി കൂടി മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മളായിട്ട് കൂട്ടുന്നതല്ല, മാർക്കറ്റ് നമുക്കും കിട്ടുന്നൊരു വിലയാണ്, അതിനനുസരിച്ചുള്ള വിലയാണ് നമ്മൾ കൂട്ടുന്നത്. ഇത് 2018 വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇത് എത്ര ഓടി? ഇത് 1,20,000 ഓടിയതാണ്. 1,20,000 കിലോമീറ്റർ. വണ്ടി ഫുള്ള് മെക്കാനിക്കലെല്ലാം ചെയ്തു, പാച്ച് വർക്ക് ചെയ്ത് ഉണ്ടായിരുന്ന ഒക്കെ ചെയ്ത് എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം സീറ്റ് അടിച്ചു. വേറെ സംശയം ചോദിക്കട്ടെ? ഇപ്പൊ ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ഒരു മാക്സിമം ആയുസ് എത്ര കിലോമീറ്റർ ആയിരിക്കും? ഈ ടാറ്റയുടെ എഞ്ചിനൊന്നും 7 ലക്ഷം കിലോമീറ്റർ 8 ലക്ഷം കിലോമീറ്ററിലൊന്നും പണിഞ്ഞതായിട്ട് നമുക്കറിയത്തില്ല. ഈ വണ്ടിയുടെ ഓയിലും വെള്ളവും നോക്കി മാന്യമായിട്ട് വണ്ടി മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും എൻ്റെ വർഷത്തെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടില്ല. 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. ടാറ്റയുടെ എഞ്ചിനൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇതിന് കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെഡ് ഗാസ്കറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് നമ്മളൊന്ന് അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഈ റേഡിയേറ്ററിലെ വെള്ളം ഹീറ്റാവുകയും വണ്ടി സൈറൻ അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് 2,45,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 2,45,000. ഇത് 2018 സനൂപ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. 1,20 വണ്ടി ഓടിയിട്ടുണ്ട്. 1,20? ആ, അതെ. കമ്പനി സീറ്റാണ്. വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ യാതൊന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് സനൂപ. പിന്നെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതേ. അപ്പോൾ ഇതിന് സനൂപിൻ്റെ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. എന്താണ് അതിനകത്ത് വരുന്നുണ്ട്? വണ്ടി വില കൂടുതലാണ്. അത് ഞാൻ പറയാറുണ്ടല്ലോ. ആ, അതെ, ഞാൻ പറഞ്ഞുതരാം. അത് പല വീഡിയോയിലും പറയേണ്ടുള്ളതാണ്. നമ്മളൊരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഞാനൊരു വണ്ടി കച്ചവടം ചെയ്ത് നമ്മളുടെ അതിൽ നിന്നൊരു ലാഭം എടുത്താൽ നമ്മളെ കുടുംബം പോറ്റുന്നത്. നമ്മളെടുത്തുകൊണ്ട് വരുന്നൊരു വണ്ടി നമ്മൾ ആ രീതിക്ക് വിൽക്കുന്നൊരു വ്യക്തിയല്ല. എടുത്തുകൊണ്ട് വരുന്ന രീതിയെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കൊരു വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അത്രയും പിന്നെ മെക്കാനിക്കൽ പണിയും കാര്യങ്ങളും ടയറും പെയിൻറ്റും ഒക്കെ പോകുന്ന വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് വന്ന് എല്ലാ പണികളും ചെയ്തിട്ടാണ് നമ്മളൊരു 90% ആത്മാർത്ഥതയിൽ തന്നെ ഈ തൊഴിൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാ കച്ചവടക്കാരെയും ഒരു ബേസിൽ കാണണമെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും നമ്മൾ ജീവിക്കാനായിട്ട് അതിനകത്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന വ്യക്തികളൊന്ന് ശ്രദ്ധിക്കുക. അവർ നേരിട്ട് വന്നിട്ട് അവർക്ക് നെഗറ്റീവ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മോട് പറയാം. എൻ്റെ നിന്നൊരു വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് അവരൊരു മെക്കാനിക്കിനെ കൊണ്ടോ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഇന്ന പണി ഈ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്ത് കൊടുത്തേ വിടത്തുള്ളൂ. പിന്നെ എൻ്റെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിക്ക് ഇന്ന കണക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അത്രയൊക്കെ ചെയ്ത് നമ്മളെ ഇതൊരു തൊഴിലാണ്, നമ്മളെ ജീവിതമാർഗ്ഗം. നമ്മൾ ഇതും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും നെഗറ്റീവ് എടുക്കാതെ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ സനൂപ് ഇടുന്ന അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇടുന്ന ആ വ്യക്തി നെഗറ്റീവിന് പകരം പോസിറ്റീവിൽ ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മളെല്ലാം കച്ചവടക്കാരാണ്, ജീവിതമാർഗ്ഗമാണ്. നമ്മളാരും പുണ്യത്തിനല്ല ജോലി ചെയ്യുന്നത്. നമ്മളും മാന്യമായിട്ട് ഒരു ലാഭം എടുത്തിട്ട് ആട്ടോയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ആട്ടോ എടുക്കുന്ന ഏത് തരക്കാരാണെന്ന് നമുക്കറിയാം. നമ്മളെപ്പോലെ സാധാരണക്കാരൻ്റെ ഒരു വാഹനം. അപ്പോൾ നമുക്ക് ഒരാളുടെ തല കണ്ടിക്കാനൊന്നും പറ്റത്തില്ല. എന്ന് വെച്ച് നമ്മൾ ലാഭം എടുക്കുന്നില്ല എന്നും ബാധിക്കുന്നില്ല. ലാഭം എടുത്ത് തന്നെ കച്ചവടം ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്ന തൊഴിൽ അത് നമുക്കും കുറേ സത്യസന്ധമായിട്ട് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.
അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഫാൾട്ടുള്ള ഒരു വ്യക്തി വന്ന് ഒരു നെഗറ്റീവ് പറയുന്നെങ്കിൽ എൻ്റെ വണ്ടി എടുത്ത ഒരാൾ എന്നോട് ഇങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ ഒരു വ്യക്തി ചുമ്മാ വന്ന് കിടന്ന് നമ്മൾ അങ്ങനെയാണ്, അവിടെ വില കൂടുതലാണ്, അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, തകരമാണ്, പാട്ടയാണെന്നൊക്കെ പറയുന്നില്ല, ഒരു കാര്യമില്ല. ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം, നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണോ അത് ചെയ്തു തരും. ആ ഒരു ഗ്യാരണ്ടി നമ്മൾ പറയുന്നില്ല. ഇതൊരു ഓട്ടോറിക്ഷയാണ്. നമുക്കും എക്സ്റേ കണ്ടൊന്നുമില്ല. നമ്മളൊരു ലുക്കിൽ വണ്ടി കാണുന്നു, ചില ഭാഗങ്ങൾ നമ്മളും കാണാതിരിക്കും. നമ്മൾ മൊത്തം എക്സ്റേ ഒന്നും എടുത്ത് നോക്കിയല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനെന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇതിനകത്ത് ടെക്നോളജി ഒന്നും ഭയങ്കരമായിട്ട് അറിയത്തൊന്നുമില്ല. നമ്മളും അങ്ങനെ എൻജിനീയറൊന്നുമല്ല. നമ്മൾ അനുഭവത്തിൽ കൂടി കാണുന്ന കാര്യങ്ങൾ കണ്ടാണ് നമ്മളൊരു വണ്ടി എടുക്കുന്നത്. അത് ചിലപ്പോൾ അതിനകത്തൊരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 2.45 നമുക്ക്. 2013 പ്രൈവറ്റ് വണ്ടിയാണ്. കിലോമീറ്ററൊക്കെ എന്താ ഓടി? ഇത് 13 ഓടിയതാണ്. 13? ആ അതെ, പ്രൈവറ്റ് വണ്ടിയല്ലേ. ഇതിപ്പോൾ കൊണ്ടുവന്ന് ഫുള്ള് പെയിൻറ്റ്, അപ്പോൾസറി എല്ലാം ഞാൻ ചെയ്തിട്ടിരിക്കുന്ന. റീപ്ലേസ്മെൻറ്റോ ഒരു തട്ടോ മുട്ടോ യാതൊന്നുമില്ല. ഇത് 2013 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഇത്തവണ അണ്ണൻ്റെ കുറച്ച് പ്രൈവറ്റ് വണ്ടികൾ കയറിയിട്ടുണ്ടല്ലേ? ആ, 1-2 ടാക്സി മാത്രമല്ലാതെ. ആ, ഇത് എത്ര ചോദ്യം? ഇത് 1,40,000 രൂപ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടുള്ള വണ്ടിയാണ്. ഇതിനിപ്പം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാനും വിചാരിച്ച ഒരു പാർട്ടി വന്ന് കണ്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന. പണിഭാഗങ്ങൾ വലുതായിട്ടൊന്നുമില്ല. ഈ കഴിഞ്ഞ കാണിച്ചാൽ ഈ ഒരു വണ്ടിയേ ഉള്ളൂ നമ്മളിൽ ഇപ്പം കയ്യിൽ. ആ, ഓക്കെ. നല്ല റൂഫൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കാണ്ടല്ലേ അണ്ണാ? ആ, അത് നമ്മളിപ്പം കഴുകി വൃത്തിയാക്കി കൊടുക്കുള്ളൂ. ടയറെല്ലാം കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. ആ, ഇതിനിപ്പോൾ എല്ലാം എന്നും പറഞ്ഞു. ഇതിൻ്റെ വീഡിയോ എടുത്താൽ നമ്മൾ പുതിയ പേപ്പറിലാണ് ഇതെടുത്ത് കൊടുക്കുന്നത്. പുതിയ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ രൂപമെല്ലാം മാറും. പെയിൻറ്റ് ചെയ്യാനുള്ളത് ചെയ്യും, എല്ലാ പണിയും ചെയ്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരു 1.95 കൊടുക്കാം. 2015. എത്ര കിലോമീറ്റർ ഓടി? ഇത് 88-90 കണ്ട. എനിക്ക് അതാ ഒന്നും കണ്ട ഓർമ്മയില്ല. ഏകദേശം ഒന്നടുപ്പിച്ചായി. ആ, ഇത് 2013 വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. EPS കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് എടുക്കുക, പേര് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ റൂഫും കാര്യമൊക്കെ നല്ല വൃത്തിയുണ്ട്. ആ, ഇതെല്ലാം നമ്മൾ ചെയ്യിച്ചതാണ്. ഈ ഫുൾ സർവീസ് ചെയ്തിട്ടേക്കാണോ? ആ, ഇത് സർവീസ് ചെയ്ത് പെയിൻറ്റിങ് കഴിഞ്ഞു, ഉള്ള പാച്ച് വർക്ക് എല്ലാം ചെയ്തിട്ടിരിക്കുക. ഈ ടയേഴ്സൊക്കെ കുഴപ്പമില്ല. ബാക്ക് ടയർ പുതിയ ടയർ. എത്ര ചോദ്യം? ഇത് 1,60,000 രൂപ നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന്. ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു വണ്ടി ടെസ്റ്റ് മുടക്കമുള്ള വണ്ടി കിട്ടിയാൽ നമ്മളൊരു എല്ലാം ചെയ്തിട്ടിട്ട് ഒരാൾ വന്ന് അഡ്വാൻസ് ചെയ്തതിന് ശേഷമേ ടെസ്റ്റിൻ്റെ പേപ്പർ വർക്ക് ചെയ്യൂ. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന അത്രയും ദിവസം കൂടി കിട്ടും. ചിലപ്പോൾ ഇൻ കേസ് ഒരാൾ വന്നില്ല, അപ്പോൾ 1 മാസം കിടന്നു പോയാൽ അത്രയും പേപ്പർ ലാപ്സായി പോകത്തില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ. ആ, ഇതിന് 2018 വണ്ടിയാണ്. ഇത് 2ാമത്തെ ഓണർ വണ്ടിയാണ്. കമ്പനി പെയിൻറ്റ് കാര്യങ്ങളെല്ലാം 1,00,000 കിലോമീറ്റർ ആയിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇത്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും വൃത്തിയായത്. കുഴപ്പമില്ല. വണ്ടിക്കകത്തൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2,50,000 രൂപയാണ് ചോദ്യം ചെയ്ത്. 2,80,000. ആ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്, എല്ലാ പണികളും ചെയ്യിച്ചു. ഇനി പണിഭാഗങ്ങൾ യാതൊന്നുമില്ല. ഇത് 2018 വണ്ടി തന്നെ. ഇത് പേപ്പർ ഭാഗം 2 വർഷത്തോളം പേപ്പർ കിടപ്പുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള പണികളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് 2ാമത്തെ ഓണർ വണ്ടിയാണ്. ഇത് മൊത്തം സർവീസൊക്കെ ചെയ്തിട്ടേക്കാണോ? ആ, അതെ. ഫുള്ള് സർവീസ് ചെയ്തു, എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ 100% ഓക്കെയാണ് വണ്ടി. ടയർ കണ്ടീഷനൊക്കെ? ടയർ ഇത്തിരി മോശമാണ്, അത് മാറിക്കൊടുക്കുന്നത്. ഇന്നലെ കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ ടയർ മാറിക്കൊടുക്കില്ല. മോശമായ ടയർ മാറ്റി കൊടുക്കും. ബാക്ക് ടയർ അത്ര മോശമല്ല, പക്ഷെ ആ സൈഡ് എനിക്ക് തോന്നുന്നു മോശമായിരുന്നു. അതെ. എത്ര ചോദിക്കുന്നത്? ഇത് 2,50,000 രൂപ. ഇത്തവണ നമുക്ക് എല്ലാം 2 ലക്ഷവും ആ റേഞ്ച് ആയിരുന്നല്ലോ. കാര്യം വണ്ടിക്ക് വില കൂടുതലല്ലേ. അതുമല്ല മോഡൽ കൂടിയ വണ്ടിയല്ലേ ഉള്ളൂ. ഇത് 2019 വണ്ടിയാണ്.
ഇത് കമ്പനി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പം ഫുള്ള് പണി ചെയ്ത് 4 പുത്തൻ ടയർ, പുതിയ ടെസ്റ്റ്, ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇത് ടോപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രീതിക്കുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 3,50,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ ടെസ്റ്റ് പേപ്പർ എല്ലാം എടുത്ത് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടിക്ക് അത്രയ്ക്കും നല്ലൊരു വ്യത്യാസം ഉണ്ട് കാണാൻ. ആകമൊക്കെ ആണെങ്കിലും മേൾ ഇന്റീരിയലെല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ. എല്ലാം കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര പുതിയ ടയറാ 3,50,000 രൂപ. 3,50,000. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1,20, 1,30 കൊണ്ട് ഓടിയിട്ടുണ്ട്. നല്ല പുതിയ ടയർ, കമ്പനി ടയർ. ഇത് 2020 രജിസ്ട്രേഷൻ, 19 മോഡൽ ടാറ്റ സിപ്പ് എക്സലാണ്. വലിയ വണ്ടിയാണ്. ഇത് നമുക്ക് 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പാച്ചോർക്കോ മെക്കാനിക്കലോ യാതൊരു പണിയില്ല. നല്ല വണ്ടിയാണ്. നമുക്ക് 1,90,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. അത്യാവശ്യം ടയറെല്ലാം നല്ല ടയറുകൾ, കാര്യങ്ങളെല്ലാം വൃത്തിയാണ് വണ്ടി. ടയറൊക്കെ നല്ല ടയർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഉണ്ടായിരുന്ന പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. പക്കയാണ്. ഇത് അത്യാവശ്യം ഒരു ജീവിതമാർഗത്തിന് വേണ്ടി ലോഡടിച്ച് ജീവിക്കാനോ, മീൻ കച്ചവടത്തിനോ, ഫ്രൂട്ട്സ് കച്ചവടത്തിനോ, ഐസ്ക്രീം കച്ചവടത്തിനോ അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും കൊണ്ടു നടന്ന് നമുക്ക് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുന്നൊരു വണ്ടി. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. എന്താണ് മൈലേജ്? 10-28 മൈലേജ് എന്തുവാണ്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇറക്കാം? ഇത് നമുക്ക് 1,15 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. എത്ര ചോദിക്കുന്നത്? 1,90,000 രൂപ, 1,85,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷവും കാര്യം എല്ലാം അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, നല്ല എൻജിൻ വർക്കുകളും മറ്റ് പെയിൻറ്റിങ് വർക്കുകളും മറ്റുള്ള എന്ത് തന്നെയാണെങ്കിലും പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടേക്കുന്ന വണ്ടികളാണ്. അതേപോലെ എടുക്കുമ്പോൾ നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ പുള്ളി അത് നേരിട്ട് തന്നെ വർക്ക് ചെയ്ത് ശരിയാക്കി തരും എന്നൊരു വാഗ്ദാനവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.